ഹായ് ഫ്രണ്ട്സ്, ഇത്തവണ ഫാമിലിയായി പൊന്മുടിയിലേക്കുള്ള യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ ആദ്യമായാണ് പൊന്മുടിയിൽ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ് ബുക്ക് ചെയ്ത് അവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. മിക്കവാറും സ്റ്റേ എപ്പോഴും KTDC റിസോർട്ടായിരിക്കും. പക്ഷേ ഇത്തവണ ഞങ്ങളൊന്ന് മാറ്റിപ്പിടിച്ചു. ആ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. പതിവ് പോലെ തന്നെ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് തിരിച്ച് ഒരു 12 മണിയായപ്പോൾ ഞാനും സനുവിൻ്റെ ഫാമിലിയും കല്ലാറെത്തി. നേരെ നമ്മൾ ഹരിത റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ല നാടൻ കപ്പയും ബീഫും ഒക്കെ കഴിച്ചു നേരെ ഗോൾഡൻ വാലി ചെക്ക് പോസ്റ്റിനടുത്തുള്ള കല്ലാറിലെ കടവിലിറങ്ങി. നല്ല തണുത്ത വെള്ളത്തിൽ കാലും എടുത്ത് വെച്ചതും യാത്രയുടെ ക്ഷീണമെല്ലാം ഓടി ഒളിച്ചു. കുട്ടികളെല്ലാം വെള്ളത്തിൽ മുങ്ങി കുളിക്കാൻ തുടങ്ങി. ആകെ ബഹളം. അപ്പോഴേക്കും രംഗം കൊഴുപ്പിക്കാൻ കുറച്ച് വാനരപ്പടയും എത്തി. ചൂടിന് ഒരു കുറവുമില്ല. കല്ലാറിലെ തണുത്ത വെള്ളം അല്പം ആശ്വാസം ഏകി എന്ന് വേണം പറയാൻ. ഒരു ചെറിയ മഴക്കാറൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും മഴയുടെ ലക്ഷണമൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ എല്ലാം കളിച്ച് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അത് കഴിഞ്ഞ് നേരെ കാറിലോട്ട് തിരിച്ചു വന്നു. കല്ലാറിലെ കുളിയെല്ലാം കഴിഞ്ഞ് ഏതാണ്ട് 2 മണിയോടെ നമ്മൾ 22ാമത്തെ ഹെയർപിൻ വളവിലെ പൊന്മുടി എസ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഏതാണ്ട് 100 വർഷത്തിലധികം പഴക്കമുള്ള ആ ബ്രിട്ടീഷ് ബംഗ്ലാവിലേക്കുള്ള യാത്രയായി. 22ാമത്തെ ഹെയർപിൻ വളവ് കഴിഞ്ഞ് അല്പം യാത്ര ചെയ്തപ്പോൾ തന്നെ പൊന്മുടി എസ്റ്റേറ്റിലേക്കുള്ള വഴി വലത് സൈഡിലായി കണ്ടു. സെക്യൂരിറ്റി അപ്പൂപ്പിൻ്റെ കയ്യിൽ നിന്ന് അനുവാദം വാങ്ങി എസ്റ്റേറ്റിനുള്ളിലേക്ക് നമ്മൾ പതുക്കെ കാർ ഓടിച്ചു. വഴി അല്പം മോശമാണ്, ടാർ ഇട്ടിട്ടുണ്ട്, പക്ഷേ എന്നാലും ഇളവി കിടക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞതും വേറൊരു ലോകത്തേക്ക് എത്തിയതുപോലുള്ള ഒരു ഫീലാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള പൊന്മുടിയേ അല്ല. ഏതാണ്ട് 1/2 കിലോമീറ്റർ വണ്ടി ഓടിച്ചപ്പോൾ വഴിയിലൊന്നും തന്നെ ആരുമില്ല, ആരെയും കാണാനുമില്ല. നല്ല കാഴ്ചകളാണ് പുറത്ത്. പൊന്മുടി മലകളും പച്ചപ്പും ചെറിയൊരു തണുപ്പും മഴക്കാറും എല്ലാം ആയപ്പോൾ പ്രകൃതി ആസ്വദിക്കാൻ പറ്റിയ മൂഡിലാണ്. താഴെ എത്താറായപ്പോൾ ഞാൻ കെയർടേക്കറെ ഫോൺ ചെയ്ത് വിളിച്ചു. അപ്പോൾ പുള്ളി വഴി പറഞ്ഞു തന്നു. പക്ഷേ നമ്മൾ വഴി അങ്ങോട്ട് തിരിയാൻ തുടങ്ങിയതും പിന്നെ മുന്നിലേക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓഫ് റോഡാണ്, മൺപാതയാണ്. എന്തായാലും പുള്ളി നേരെ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് വരാമെന്ന് പറഞ്ഞു. ടാറിട്ട റോഡ് കഴിഞ്ഞപ്പോൾ തന്നെ കല്ലും മണ്ണും നിറഞ്ഞ് ഇടുങ്ങിയ റോഡായി. ഏതാണ്ട് എസ്റ്റേറ്റ് കഴിഞ്ഞ് വനത്തിൻ്റെ ബോർഡർ എത്തിയപ്പോഴേക്കും ദൂരെ ആ വെളുത്ത നിറത്തിൽ ഒരു 100 വർഷം പഴക്കമുള്ള ആ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന ചെറിയൊരു ബംഗ്ലാവ് കാണാൻ തുടങ്ങി. വനത്തിൻ്റെ ബോർഡർ ആയതുകൊണ്ട് വളരെ സൂക്ഷിക്കണമെന്ന് റൂം ബുക്ക് ചെയ്തപ്പോഴേ ഇൻസ്ട്രക്ഷൻ കിട്ടിയിരുന്നു. ഓൾഡ് ബംഗ്ലാവിൻ്റെ ലുക്കും പരിസരവും എല്ലാം കണ്ടപ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് പിടിച്ചു. വളരെ സൈലൻ്റ് ആയ ഏരിയ, സമാധാനമായി ഫാമിലിയോടൊത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. ആകെ ഉള്ളത് ചീവിടിൻ്റെ വിളിയും പിന്നെ പ്രകൃതിയുടെ സംഗീതവും മാത്രം. എന്തായാലും ബംഗ്ലാവിൻ്റെ ഉള്ളിലേക്ക് കയറി ഒന്ന് കണ്ടു കളയാം. 3 ബെഡ്റൂം ഉള്ള ഒരു ചെറിയ ബംഗ്ലാവ് എന്നാണ് ബുക്ക് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നതെങ്കിലും ഇത് നല്ല സ്പേഷ്യസ് ആയ ഒരു കെട്ടിടമാണ്. ഫസ്റ്റ് ബെഡ്റൂമിൽ കട്ടിലും അലമാരയും പിന്നെ ചുവരലമാരയും എല്ലാം ഉണ്ട്. സീലിംഗ് എല്ലാം ഓൾഡ് ആസ്പെറ്റോസ് ആണ്. അതിന് താഴെ തടി കൊണ്ട് ഒരു തട്ടും ചെയ്തിട്ടുണ്ട്. ആ തട്ടെല്ലാം ഇപ്പോഴായിട്ട് വാർണിഷ് ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ ബാത്റൂം ലേറ്റസ്റ്റ് ആയി യൂറോപ്യൻ സ്റ്റൈലിലെ ക്ലോസറ്റ് എല്ലാം ആണ്. അതുകൊണ്ട് അതൊന്നും ഒരു കുഴപ്പമില്ല. ആകെ 2ാമത്തെ ബെഡ്റൂം കോപ്പി പേസ്റ്റാണ്. ആദ്യത്തെ ബെഡ്റൂമിൻ്റെ കോപ്പി പേസ്റ്റാണ്. എക്സ്ട്രാ ഒരു കട്ടിൽ കൂടിയുണ്ട്. ഫ്ലോറിംഗ് എല്ലാം നല്ല റെഡ് ഓക്സൈഡ് അടിച്ചിരിക്കുന്നു. പെയിൻറ്റും ഇപ്പോഴായിട്ട് ചെയ്തതേ ഉള്ളൂ. ഫ്ലോറിങ്ങും വാർണിഷും എല്ലാം ഇപ്പം കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഒരു കിച്ചൺ ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല, അത് അടച്ചിട്ടിരിക്കുകയാണ്. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പെയിൻറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ കിച്ചനകത്ത് ചെറിയൊരു അമ്മിക്കല്ലും പിന്നെ അതെല്ലാം കാണാം. പക്ഷേ കാട്ടിനുള്ളിൽ താമസിക്കുന്ന ഒരു ഫീൽ കിട്ടണമെങ്കിൽ ഇത്രയൊക്കെ മതി സൗകര്യങ്ങൾ. ഒരു ഈ ഫുൾ ബംഗ്ലാവിനും ഒരു ദിവസത്തേക്ക് 5000 രൂപയാണ് റെൻറ്റ്. അതിൻ്റെ കൂടെ ഫുഡിന് എക്സ്ട്രാ പേ ചെയ്യണം. ഡിന്നറും ലഞ്ചും ആണെങ്കിൽ ഒരാൾക്ക് 200 രൂപയും ബ്രേക്ക്ഫാസ്റ്റിന് 140 രൂപയാണ് ചാർജ്. ബാർബിക്യൂ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ എക്സ്ട്രാ പേ ചെയ്യണം. ചെക്ക് ഇൻ ടൈം 2 മണിയും ചെക്ക് ഔട്ട് 12 മണിയാണ്. അതുപോലെ തന്നെ ബംഗ്ലാവിൻ്റെ പരിസരത്ത് നമ്മൾ ഇറങ്ങി നടന്നപ്പോൾ കുറച്ച് അരകല്ലും പിന്നെ പണ്ടത്തെ ഒരു ഗാർഡൻ, പുറകിൽ ഗാർഡൻ ആയിരുന്നു എന്ന് തോന്നണം. അവിടെ ഇരിക്കാനുള്ള ഒരു കല്ലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ബംഗ്ലാവും പരിസരവും അടിപൊളി കേട്ടോ. അങ്ങനെ ബംഗ്ലാവും പരിസരമൊക്കെ കറങ്ങി ഞങ്ങൾ ഒരു 4 മണിയായപ്പോൾ നേരെ പൊന്മുടി ടോപ്പ് സ്റ്റേഷൻ കാണാൻ ഇറങ്ങി. ഇവിടെ സ്റ്റേ ഉണ്ട് എങ്കിൽ നമ്മുടെ ചെക്ക് പോസ്റ്റിലൊന്നും ടിക്കറ്റ് എടുക്കണ്ട. പക്ഷേ റിസോർട്ട് ടീമിനെ കൊണ്ട് ആദ്യമേ നമ്മൾ പറഞ്ഞ് ചെക്ക് പോസ്റ്റ് വിളിച്ച് പറയിപ്പിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം തെളിയിക്കാൻ നിന്ന് കുറച്ച് സമയം വേസ്റ്റ് ആവും. അതുകൊണ്ട് നേരത്തെ തന്നെ ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവരോട് പറഞ്ഞ് വണ്ടി നമ്പരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കണം. പൊന്മുടി ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ്. ചെറിയ തണുപ്പുണ്ട്. ഈവനിങ് ആകുമ്പോൾ കോടമഞ്ഞ് കൊണ്ട് നിറയും. ചെറിയൊരു തണുത്ത കാറ്റും കൂടി ആകുമ്പോൾ നല്ലൊരു ഫീലാണ് ഇവിടുത്തെ ക്യാൻറ്റീനും എല്ലാ കാര്യങ്ങളും ഫുള്ള് തിരക്കാണ്. നമ്മൾ ക്യാൻറ്റീനിലൊക്കെ പിന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ച് നേരെ മുകളിലോട്ട് പോവുകയാണ്.
പാർക്കിംഗ് ഏരിയ നിറഞ്ഞതുകൊണ്ട് ഞങ്ങൾ കാറ് നേരെ അകത്തേക്ക് വിട്ടു. ഇതെന്തായാലും ഈസിയായി. കാർ അകത്ത് തന്നെ പാർക്ക് ചെയ്യാൻ പറ്റി. പുറത്ത് നല്ല തണുപ്പുണ്ട്, മഴക്കാറും ആകാശം മൂടിക്കിടക്കുന്നു. മഴ എപ്പോൾ വേണമെങ്കിൽ പെയ്യും. നല്ല തിരക്കുണ്ട്. സൺഡേ ആയതുകൊണ്ട് നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിൽ കാറുകളും മനുഷ്യരും. എന്തായാലും അടിപൊളി യാത്ര തന്നെയായിരുന്നു നമ്മുടെ ഈ ഫാമിലി ട്രിപ്പ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് കാർമേഘങ്ങൾ കൊണ്ട് മൂടിക്കിടക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. ചെറിയൊരു മിന്നലും എല്ലാം ഉണ്ട്. പക്ഷേ അന്തരീക്ഷം അധികം വെളിച്ചമില്ല. എന്നാലും കോടമഞ്ഞ് ഇങ്ങനെ നിറഞ്ഞു വരികയാണ്. ഇവിടെ മലകളെല്ലാം ഇങ്ങനെ ഒരു പ്രകാശം സ്വല്പം കുറവാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ കാർമേഘം മൂടി കിടക്കുന്ന കാരണം പ്രകാശമെല്ലാം കുറവാണ്. നല്ല തിരക്കുമുണ്ട്. പിന്നെ ചെറിയൊരു കാറ്റുള്ളത് കാരണം നമ്മളെ ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല. നടന്നാലും വിയർക്കൊന്നുമില്ല. നമ്മളെ തണുപ്പ് നന്നായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് നേരം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ജാക്കറ്റ് ഇല്ലാതെ നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് മാറും. കുട്ടികളെല്ലാവരും എൻജോയ് ചെയ്യാണ്. എല്ലാം പാറപ്പുറത്തൊക്കെ കയറിയിരുന്ന് ഡാൻസും പാട്ടും ആയിട്ടൊക്കെ അടിച്ചു പൊളിക്കുകയാണ്. നമ്മുടെ ടവറും പിന്നെ അതേപോലെ തന്നെ റേഡിയോ സ്റ്റേഷനും അതെല്ലാം കാണാം. അതിനിടയ്ക്ക് 1-2 പ്രാവശ്യം മിന്നലൊക്കെ ഉണ്ടായി. ആ മിന്നലെല്ലാം നമ്മളവിടെ നിന്നപ്പോൾ തന്നെ അവിടുത്തെ അറസ്റ്റർ വെച്ചിട്ടുണ്ട്, അത് പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അധികം നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് തിരിച്ച് നമ്മൾ ക്യാൻറ്റീനിലോട്ട് വന്നു. തിരികെ ക്യാൻറ്റീനിലെത്തിയപ്പോൾ 5:45 ടൈം. അത് കാരണം അവിടെ ക്ലോസ് ആയി. അപ്പോൾ അവിടുന്ന് ഫുഡും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ പാർക്കിലൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് വണ്ടി എടുത്ത് നേരെ തൊട്ട് താഴെ ഗസ്റ്റ് ഹൗസും KTDCയുടെ റിസോർട്ടും എല്ലാം സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്തോട്ട് വന്നു. അവിടെ വന്നപ്പോഴത്തേക്കും അവിടെ ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. ചിൽഡ്രൻസ് പാർക്കിൽ കുട്ടികൾ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ. അവിടെ അതിനകത്തായ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലങ്ങളെല്ലാം ക്ലോസ് ആയി കിടക്കുകയാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും പ്രവേശിക്കാം. പിള്ളേരെല്ലാം അവിടെ ഭയങ്കരമായി എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ KTDCയുടെ റെസ്റ്റോറൻറ്റിൽ പോയി അവിടെ നിന്ന് നല്ല ചൂട് ചായയും പഴംപൊരിയും, കുട്ടികൾക്ക് ഐസ്ക്രീമും മതി എന്ന് പറഞ്ഞു. അവർക്ക് നല്ല ഐസ്ക്രീമും എല്ലാം വാങ്ങി അവിടെ ഒരു ഈവനിങ് അടിച്ചു പൊളിച്ചു. നമ്മൾ അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ നമ്മുടെ താമസ സ്ഥലത്തേക്കുള്ള യാത്ര ആരംഭിച്ചു. നമ്മളിവിടെ തിരികെ എത്തിയപ്പോഴത്തേക്ക് ഏതാണ്ട് രാത്രിയായി തുടങ്ങിയിരുന്നു. ഏതാണ്ട് 6:30 ആ ടൈമായി. പക്ഷേ എന്നാലും വെളിച്ചമുണ്ട്. ലൈറ്റ് ഇട്ട് നമ്മൾ ആ മൺപാത കഴിഞ്ഞ് കുറച്ച് ദൂരം അങ്ങ് വന്നപ്പോഴത്തേക്ക് നല്ല രീതിയിൽ മയിലിൻ്റെ വിളി കേൾക്കുന്നു. അപ്പം ഞങ്ങൾ പതുക്കെ ഗ്ലാസ്സൊക്കെ താത്തി അവിടെ എല്ലാം നോക്കി. പക്ഷേ കുറച്ച് അകലെയായിട്ടാണ് കണ്ടത്. 2 മയിലുകൾ ഇങ്ങനെ കുറച്ച് ദൂരമായിട്ട് നമുക്ക് കാണാമായിരുന്നു. നല്ലൊരു കാഴ്ചയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് റൂമിൽ വന്നൊന്ന് ഫ്രഷായി. അപ്പോഴത്തേക്കും നമ്മളെ ഡിന്നർ എത്തി. നല്ല ചപ്പാത്തി, ചിക്കൻ കറി, എല്ലാം ഹോംലി ഫുഡാണ് കേട്ടോ. ചിക്കൻ കറിയും പിന്നെ ഓംലെറ്റും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഈവനിങ് ഫുഡും അടിച്ച് പൊളിച്ച് നമ്മളെ സുഖകരമായിട്ടുള്ള ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് കിടന്നുറങ്ങുകയും ചെയ്തു. നമ്മൾ ഉറക്കമായിരുന്നു. രാവിലെ എണീറ്റ് നമ്മൾ ബംഗ്ലാവും പരിസരവും എല്ലാം കറങ്ങി കാണുകയാണ്. നല്ല സൂപ്പർ ബംഗ്ലാവ് കേട്ടോ. ഒരു കാറ്റൊന്നും അധികം അകത്ത് കയറുന്നേയില്ല. അപ്പോൾ അത് കാരണം ഉറക്കമെല്ലാം നമ്മളെ സുഖകരമായിട്ട് ഫാൻ ഇട്ടിരുന്നു. വലിയ ചൂടൊന്നും അനുഭവപ്പെട്ടില്ല. നമ്മളിപ്പം രാവിലെ പുറത്തിറങ്ങിയപ്പോൾ ചെറിയ തണുപ്പുണ്ട്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊന്മുടിയിലെ ടോപ്പ് സ്റ്റേഷനും കാര്യങ്ങളെല്ലാം കാണാം. ചുറ്റും കാപ്പിയും തേയിലയും എല്ലാം എസ്റ്റേറ്റാണ്. പിന്നെ അതിനകത്ത് ചുറ്റിക്കറങ്ങി കാണുകയൊക്കെ ചെയ്യാം. നമുക്ക് കുറേ പേരയ്ക്കയും കുറച്ച് കാപ്പിക്കുരുവും എല്ലാം പറിച്ചു. ഒരു പ്ലാവ്, പിന്നെ മാവ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചുറ്റുമുണ്ട്. പിന്നെ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട്. അത് കാരണം നമ്മൾ ഒരുപാട് കാട്ടിനകത്തോട്ടൊന്നും പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ബംഗ്ലാവിൻ്റെ പരിസരങ്ങളെല്ലാം ചുറ്റിക്കറങ്ങി കണ്ട ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് യാത്ര തിരിച്ച് നമ്മൾ മുകളിലോട്ടുള്ള യാത്രയിൽ ആ മരത്തിൻ്റെ ഇവിടെ ഒരു ഭീകര മരം കണ്ടു. അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് മെയിൻ പൊന്മുടി റോഡിലെത്തി തിരിച്ച് ഹെയർ പിൻ ഇറങ്ങാൻ തുടങ്ങി. എന്തായാലും ഞങ്ങളുടെ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി യാത്രയായിരുന്നു. അതേപോലെ KTDCയിലല്ലാതെ നമ്മൾ വേറെ ഒരിടത്തും സ്റ്റേ ചെയ്തിട്ടില്ല പൊന്മുടിയിൽ. പക്ഷേ ആദ്യമായിട്ട് നമ്മൾ പൊന്മുടിയിൽ ഏതാണ്ട് 150 വർഷം പഴക്കമുള്ളൊരു ബ്രിട്ടീഷ് ബംഗ്ലാവിലും താമസിച്ചു. എന്തായാലും അടിപൊളി സ്ഥലം കേട്ടോ. ഇതിൻ്റെ സ്റ്റേയുടെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ കമൻറ്റിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്തായാലും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വളരെയധികം താങ്ക് യു ഫോർ സപ്പോർട്ടിങ് അസ്. ഓക്കെ, ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.